وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പരിശുദ്ധ റമളാനിൽ അല്ലാഹു തആല നൽകുന്ന എല്ലാ നിഅമത്തുകളും അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ അനുകൂല സാക്ഷ്യം വഹിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിലെ വിലപ്പെട്ട ഒരാഴ്ച നമ്മോട് വളരെ വേഗത്തിൽ പിന്നിട്ടിരിക്കുകയാണ്. അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ കാലങ്ങളും സമയങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ മനുഷ്യനെ കടന്നു പോകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യതഖാറബു സമാൻ, കാലം ഇങ്ങനെ അടുത്തടുത്ത് വരും. ഒരു ദിവസത്തെ സമയമൊക്കെ ഒരു മണിക്കൂറിന്റെ ദൈർഘ്യം മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അങ്ങനെ കാലം നമ്മളെ മറികടന്നു പോകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം അവസാന കാലഘട്ടത്തിൽ വരുന്ന വിശ്വാസികൾക്ക് ഭാരം കൂടുതലായിരിക്കും, ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ഉള്ളവരാണ് അവസാന കാലഘട്ടത്തിൽ വരുന്ന വിശ്വാസികൾ. നമ്മളെല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ സ്വീകരിച്ച് മനുഷ്യൻ പുരോഗതിയുടെ വലിയ ഔന്നിത്യങ്ങൾ കീഴടക്കിയ ഒരു കാലമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം ഈ കാലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഭൂമിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന ആളുകൾ ഞങ്ങളൊന്ന് ഖബറിലായി കിട്ടിയെങ്കിലെന്ന് കൊതിച്ചു പോകുമെന്നാണ്. മനുഷ്യൻ അവന്റെ ലോകത്തെക്കുറിച്ച് നിർവചിക്കുന്നതിന്റെ വീക്ഷിക്കുന്നതിന്റെ നേർ വിപരീതമായി കൊണ്ടാണ് ഇസ്ലാം മനുഷ്യനോട് ലോകത്തെ സമീപിക്കാൻ പറഞ്ഞത്. സൗകര്യങ്ങളും പുരോഗതികളും ഒക്കെ കൂടി മനുഷ്യൻ ഏറ്റവും ഔന്നിത്യമുള്ളവനാണ് എന്ന് സ്വയം അവന് അഹങ്കാരം വരുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും റബ്ബ് നമുക്ക് ഒരുക്കി നൽകി. അങ്ങനെയുള്ളൊരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാലത്തിന് നൽകിയ പേര് പുരോഗമനത്തിന്റെ കാലം എന്നാണ്, ആധുനികതയുടെ കാലം. സത്യത്തിൽ ആധുനികം എന്ന് പറയുന്ന വാക്കിന് എല്ലാ കാലത്തും മൂല്യമുള്ള വാക്കാണ്. 1500 കൊല്ലം അല്ലെങ്കിൽ 1000 കൊല്ലം മുമ്പ് ജീവിക്കുന്ന ആളുകൾക്ക് ആ കാലത്തെ കുറിച്ച് അവർക്ക് പറയാമായിരുന്നു, ഇതൊരു ആധുനിക കാലമാണ്, ഇതൊരു പുരോഗതിയുടെ കാലമാണ്. അവർക്ക് പറയാമായിരുന്നു, കാരണം അവരുടെ മുമ്പില്ലാത്ത പലതും അക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും മനുഷ്യൻ അങ്ങനെ ഒരു പേര് ഉപയോഗിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. സ്വയം ഞാൻ ആധുനികനാണ്, നവീകരിക്കപ്പെട്ടവനാണ്, ഞാൻ പുരോഗതിയുള്ളവനാണെന്ന് സ്വയം പറയാൻ മനുഷ്യൻ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. ഏതാണ്ട് ഒരു 1.5 നൂറ്റാണ്ട് പഴക്കം മാത്രമേ ഉള്ളൂ ഈ പറയപ്പെട്ട വാക്കുകൾക്ക്. മനുഷ്യൻ സ്വയം അവൻ പര്യാപ്തനാണ് എന്ന് അവർക്ക് മാർക്കിടുന്ന വിലയിരുത്തുന്ന ഒരു കാലം ആഖിറു സമാനിന്റെ ഏറ്റവും വലിയ ഭീകരതയാണ്. അവസാന നമ്മളെത്തിയ കാലത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് നമുക്ക് തെറ്റുകളെ കുറിച്ചോ നമ്മൾ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങളെ കുറിച്ചോ നമുക്ക് അറിയുന്നില്ല എന്നതല്ല ഈ കാലത്തെ പ്രശ്നം. ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ ആളുകളോട്
ആളുകൾക്ക് പുതിയ ദീനിന്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നതിന്റെ ചേതോവികാരം എന്താണ്? അവർക്കത് അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നാണ്. മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹം വർഷങ്ങളോളം നിസ്കരിച്ച പള്ളിയിലെ ഖിബില അത് ദിശ മാറിപ്പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ, ആ വിവരം കിട്ടിയപ്പോൾ, പുതുതായിട്ട് വിവരം കിട്ടിയപ്പോൾ, അത്രയും കൊല്ലം നിസ്കരിച്ച നിസ്കാരങ്ങൾ അത്രയും പിന്നീട് മാറ്റി നിസ്കരിച്ച അനുഭവം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ വലിയൊരു പണ്ഡിതന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ജനങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് തെറ്റുകൾ ചെയ്യുക എന്നതായിരുന്നു പഴയകാലത്തെ മനുഷ്യന്റെ അപരാധം, അല്ലെങ്കിൽ മനുഷ്യന് സംഭവിച്ചിരുന്ന വീഴ്ച. ഇന്ന് അങ്ങനെയല്ല. ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ കുറിച്ച് തെറ്റാണെന്ന് ബോധ്യമുണ്ടെന്ന് മാത്രമല്ല, ആ തെറ്റുകൾ തെറ്റല്ല എന്ന് മറുവായന നടത്താൻ മനുഷ്യൻ ധൈര്യം കാണിക്കുന്നു എന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ ഏതൊക്കെ കാലഘട്ടത്തിൽ അവന്റെ നഫ്സിനെ കുറിച്ച് അധികാരത്തിന്റെ ആഠ്യത്വത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ, എങ്കിൽ ആ പറഞ്ഞ കാലത്തിന്റെ തൊട്ടുടനെയുള്ള കാലം മനുഷ്യർക്ക് വിപത്തുകൾ മാത്രമാണ് വന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുടെ ചരിത്രം നമുക്കറിയാം. ലോകത്ത് ഒരു ഫിർഔൻ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, അനേകം ഫിർഔന്മാരുണ്ടായിട്ടുണ്ട്. ഫറായിന എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന ആളുകൾക്ക് നൽകപ്പെട്ടിരുന്ന പേരാണ്. ആ ഫിർഔന്മാരുടെ അനേകം ഫിർഔന്മാർക്ക് ശേഷം വന്നിട്ടുള്ള റംസീസ് രണ്ടാമനെന്ന ഫിർഔനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചത്. അതുവരെ ഈ ഭൂമിയിൽ വിഗ്രഹാരാധനയോ മറ്റു ആരാധനകളോ തിന്മകളോ ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ഫിർഔൻ എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രു വന്നതിന് ശേഷം പിന്നെ ഉണ്ടായതെന്താണ്? ആ ജനതയുടെ തന്നെ ഇല്ലായ്മയാണ്. അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. ഭൂമിയിൽ ഏറ്റവും വലിയ വിപത്തുകളും നാശങ്ങളും അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചു. اليوم ننجيك ببدنك لتكون لمن خلفك آية. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫിർഔൻ എന്ന് പറയുന്ന കമ്മാടിയുടെ ശരീരത്തെ നിങ്ങൾക്ക് ഞാൻ ദൃഷ്ടാന്തമാക്കി വെക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, പിൽക്കാലക്കാർക്ക് ദൃഷ്ടാന്തമായി മാറാൻ വേണ്ടി പിന്നീട് വരുന്ന ആളുകൾക്ക്. ഫിർഔനിന്റെ ജഡം കിട്ടിയാൽ ആർക്കാണ് ദൃഷ്ടാന്തമാകുന്നത്? ഫിർഔനിന്റെ ജഡത്തെ ഇന്നും നമുക്ക് ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ പോയാൽ കാണാം. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൃഷ്ടാന്തം എന്താണ്? അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഒരു മനുഷ്യന്റെ ജഡത്തിൽ, ആ ജഡത്തിൽ മമ്മി പിടിച്ചു വെച്ചാൽ അത് നശിച്ചു പോകില്ല എന്ന ദൃഷ്ടാന്തമാണോ? അതാണോ റബ്ബ് കാണിച്ചു തരുമെന്ന് പറഞ്ഞത്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്നെ പോലെയുള്ള ആളുകളുടെ അന്ത്യം എന്തായിരിക്കുമെന്ന്, അവരുടെ വിനാശം എന്തായിരിക്കുമെന്ന് പിന്നീടുള്ള തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഫിർഔൻ നമുക്ക് ദൃഷ്ടാന്തമാകുന്നത് അങ്ങനെയാണ്. ഫിർഔൻ ഒരു ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ട്? ലോകത്ത് അനേകം ശത്രുക്കൾ പ്രവാചകന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ ശത്രു പരമ്പരയുടെ തലമുറകളെ ഉന്മൂലനം ചെയ്യുന്ന പരിപാടി പടച്ചറബ് കാണിച്ചിട്ടില്ല. പക്ഷെ ഫിർഔന്റെ കാര്യത്തിൽ കാണിച്ചു. എന്തുകൊണ്ട്? ഫിർഔൻ പറഞ്ഞ വാക്ക് അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്നാണ്. ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ, ഞാൻ മതി ഇവിടെ, എനിക്കും ഞാൻ മതി, നിങ്ങൾക്കും ഞാൻ മതി. അത് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ മുകളിലുള്ള കാൽവപ്പാണ്. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ മുകളിൽ കാണിക്കുന്ന അതീശത്വമാണ്. അത് റബ്ബ് വെച്ചുവെക്കില്ല. അന റബ്ബുകുമുൽ അഅ്ലാ, ആ വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഫിർഔൻ അനേകം വാക്കുകൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഫിർഔൻ അനേകം ദുഷ്പ്രവർത്തനങ്ങൾ വേറെ ചെയ്തു പോയിട്ടുണ്ട്. അനേകം ആക്രമണങ്ങൾ, ധാരാളം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഫിർഔനെ കുറിച്ച് പറയുമ്പോൾ മൂസാ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഫിർഔൻ എന്ന് പറയുന്ന അധ്യായത്തെ പറയുന്ന സമയത്ത് ഫിർഔൻ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് ഖുർആൻ ഉദ്ധരിച്ചത്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതൻ എന്ന് ഫിർഔൻ പറഞ്ഞു. എന്താ ചെയ്തത്? ഖുർആൻ പറയാണ്, ഫഅഖദഹു അല്ലാഹു നകാല, അല്ലാഹു തആല പിടികൂടി കൈകാര്യം ചെയ്തു. അല്ലാഹു തആല പിടികൂടി കൈകാര്യം ചെയ്തു. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔനിന്റെ അന്ത്യം എങ്ങനെയാണ്? ആമൻതു ബിറബ്ബി മൂസ, മൂസ നിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു കൊള്ളാം, ഈ ചെങ്കടലിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞിട്ടാണ്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനിന്റെ നാവ് കൊണ്ട് അല്ലാഹു തആല തിരുത്തി.
അല്ലാഹു തആല തിരുത്തിച്ചു, ഞാൻ മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു കൊള്ളാം. അധികാരം പറഞ്ഞവന്, ആഢ്യത്വം പറഞ്ഞവന്, ഞാനാണ് വലിയവനെന്ന് പറഞ്ഞവന് പടച്ചറബ് കൊടുക്കുന്ന ശിക്ഷ ദൗർബല്യങ്ങളുടെ, ദുർബലതയുടെ, നീ എത്രമാത്രം നിസ്സാരനാണെന്നതിന്റെ ബോധ്യപ്പെടുത്തലുകളാണ്. അത് റബ്ബ് അന്നും ചെയ്തിട്ടുള്ളതാണ്, ഇന്നും ചെയ്യുന്ന പണിയാണ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അധികാരത്തിന്റെ ആഢ്യത്വം കൊണ്ട് റബ്ബിന്റെ മുകളിൽ അധികാരം പറയുന്നവർ, അവരെ അല്ലാഹു തആല നിസ്സാരമാക്കി വെച്ചിട്ടുണ്ട്. ഫിർഔൻ എങ്ങനെയാണ്? ആ ഫിർഔൻ നമുക്ക് ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് ഫിർഔൻ ദൃഷ്ടാന്തമായത്? നമ്മൾ ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഫിർഔനിന്റെ ശരീരത്തെ പിൽക്കാലക്കാർക്ക് ദൃഷ്ടാന്തമാക്കിയവരുടെ അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞ ഖുർആൻ ആ ആയത്ത് ഇറങ്ങുന്ന കാലത്ത് ഫിർഔനിന്റെ ജഡം ഇവിടെ ഇല്ല, ലോകത്തില്ല. എന്നാണ് ആ ജഡം കിട്ടിയത്? 1900 ശേഷമാണ്. 1910 ശേഷമാണ് ജഡം കണ്ടെടുക്കപ്പെടുന്നത്. പിന്നീടാണ് പരീക്ഷണങ്ങൾ, പിന്നീടാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുന്നത്. അതിനർത്ഥം എന്താ? അത് ആയത്താകേണ്ടത്, ഫിർഔനിന്റെ ജഡം ആയത്താകേണ്ടത്, ഫിർഔനിന്റെ ജഡം ദൃഷ്ടാന്തമാകേണ്ടത് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ മനുഷ്യർക്കാണ്, അതിനുശേഷം ജീവിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്കാണ്. കാരണം എന്തുകൊണ്ട്? ഞാൻ പുരോഗതിയിലാണ്, ഞാൻ ആധുനികനാണ്, ഞാൻ പരിഷ്കൃതനാണ് എന്ന് മനുഷ്യൻ സ്വയം പറയാൻ തുടങ്ങിയ കാലത്തിന്റെ പേരാണ് 20-ാം നൂറ്റാണ്ട്. മനുഷ്യൻ എന്താണോ അവനാണ് ഉന്നതൻ എന്ന് പറയാൻ തുടങ്ങിയത്, അന്ന് ഫിർഔനിന്റെ മുമ്പിലേക്ക്, ഫിർഔനിനെ ആ മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയിട്ട് വെച്ചു. ലിതകൂന ലിമൻ ഖൽഫക ആയ, നമുക്ക് ദൃഷ്ടാന്തമാകാൻ. മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പരീക്ഷണം അവനെ കുറിച്ച് കൂടുതൽ മതിപ്പുകൾ തോന്നുന്നു എന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. തെറ്റുകൾ സംഭവിച്ചു പോകുന്നതല്ല, തെറ്റുകൾ സംഭവിക്കുന്നവർക്ക് മാപ്പിന്റെ വകുപ്പുണ്ട്, മാപ്പ് നൽകപ്പെടും. അല്ലാഹു തആല റഹ്മത്തിന്റെ കടലാണ്, കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ മുഅ്മിൻ പരാജയപ്പെടുന്നത് എവിടെയാണ്? ആ മുഅ്മിനിന്റെ ഉള്ളിൽ നിന്ന്, അവന്റെ ഉള്ളിൽ നിന്നൊരു സോഫ്റ്റ്വെയർ നഷ്ടപ്പെടുമ്പോഴാണ്. ഏത് സോഫ്റ്റ്വെയർ? ഞാൻ അടിമയാണെന്ന സോഫ്റ്റ്വെയർ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു അമല് കൊണ്ടും കാര്യമില്ല. പിന്നെ നടത്തുന്ന സ്വലാത്തുകൾ അതര വ്യായാമങ്ങളാണ്. പിന്നെ പറയുന്ന ഇസ്തിഗ്ഫാറുകൾ ഒരു നേരം പോക്ക് മാത്രമാണ്. ഇസ്തിഗ്ഫാർ ഖൽബ് കൊണ്ട് പറയാൻ കഴിയണമെങ്കിൽ എന്റെ ഉള്ളിൽ ഞാനൊരു അടിമയാണെന്ന തോന്നലുണ്ടാകണം. അത് നേരത്തെ മനുഷ്യർക്കുണ്ടായിരുന്നു. ആളുകൾ പട്ടിണിയിൽ ജീവിക്കുന്ന കാലത്ത് ഞാൻ അടിമയാണെന്ന തോന്നലുണ്ടാകും. എന്തുകൊണ്ട്? എന്റെ വയറ് നിറക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. മനുഷ്യർ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി രോഗത്തിന് ചികിത്സയില്ലാതെ വറുതിയിൽ കഴിഞ്ഞ കാലമുണ്ടായിട്ടുണ്ട്. അല്ലെ? നമ്മൾ പണ്ടാരടക്കുക എന്ന് പറയലില്ലേ? അങ്ങനെ പണ്ടാരമടക്കിയിരുന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസൂരി ബാധിച്ചവരെ, കോളറ ബാധിച്ചവരെ, മാറാവ്യാധികൾ ബാധിച്ചവരെ, ആ വ്യാധികൾക്ക് മുമ്പിൽ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ ഒന്നുമല്ലെന്ന്. എന്റെ ശരീരത്തിന്റെ അസുഖങ്ങളെ എനിക്ക് നിർണയിക്കാൻ കഴിയാത്ത കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ ഒന്നുമല്ലെന്ന്. എന്റെ സ്വന്തം മക്കൾക്ക് വേണ്ടി പശിയടക്കാൻ ഭക്ഷണത്തിന്റെ വിഭവങ്ങളില്ലാത്ത കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ ഒന്നുമല്ലെന്ന്. എനിക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാലത്ത് ഞാൻ ദുർബലനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ ആ മനുഷ്യന്റെ മുമ്പിലേക്കാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അല്ലാഹു തആല നിഅമത്തിന്റെ പരവതാനികൾ വിരിച്ചു കൊടുത്തത്. എല്ലാ നിഅമത്തുകളും നമ്മൾ അനുഭവിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ വയറ് നിറക്കാൻ ഞാൻ മതി, എന്റെ പണം മതി, എന്റെ ശമ്പളം മതി, എന്റെ കുട്ടികളുടെ പുരോഗതിക്ക് ഞാൻ മതി, എന്റെ ജോലി മതി, അവരുടെ വിദ്യാഭ്യാസം മതി, എന്റെ ആരോഗ്യങ്ങളുടെ പരിപാലനത്തിന് എനിക്ക് ഇൻഷുറൻസ് മതി, ഹെൽത്ത് കാർഡ് മതി. സ്വയം പര്യാപ്തതയുടെ തോന്നലുകൾ ഉണ്ടാവുന്നു. ഇന്ന് പട്ടിണിയില്ല, ഭാഗികമായി കുറഞ്ഞു. പട്ടിണി എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ടാകും പലർക്കും. പക്ഷെ പട്ടിണി കിടക്കുക എന്ന അളവ് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ വളരെ കുറവാണ്. പട്ടിണിയുടെ ലൈന് കുറവാണ്. പട്ടിണി എന്ന് പറയുന്നത് എനിക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഇല്ലാത്ത നിഅമത്ത് റബ്ബ് എനിക്ക് നൽകി. ആ നിഅമത്തുകളുടെ മുമ്പിലാണ് ഞാനും നിങ്ങളും പറഞ്ഞു വെക്കുന്നത്. ഞാൻ മതി എനിക്ക് എന്ന് ഞാൻ പറയുന്ന കാലം, ആ തോന്നൽ മനുഷ്യന്റെ ഖൽബിലേക്ക് വന്നടഞ്ഞാൽ പിന്നെ ഇബാദത്തുകൾക്ക് അവിടെ പ്രസക്തിയില്ല. ഇബാദത്തുകൾ പിന്നെ അവിടെ അലങ്കാരം മാത്രമാണ്. എന്തിന് ജുമുഅക്ക് പോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ശീലമായത് കൊണ്ടാണ്. എന്തിന് നോമ്പെടുത്തു? അതൊരു പതിവല്ലേ?
മനുഷ്യന്റെ മുഅ്മിനിന്റെ അമലുകളെ കുറിച്ച് പോലും വിശ്വാസികൾ ഇന്ന് പറയുന്ന വാക്കെന്താണ്? കൾച്ചറൽ പ്രാക്ടീസ് എന്നാണ് പറയുന്നത് നമ്മൾ, അല്ലേ? ഞാൻ ഈ ധരിച്ച വസ്ത്രത്തെ കുറിച്ച്, എന്റെ കയ്യിൽ പിടിക്കുന്ന മാലയെ കുറിച്ച്, ഞാൻ പള്ളിയിലേക്ക് പോകുന്നതിനെ കുറിച്ച്, താടി വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്ന വാക്ക് ഇത് ഇബാദത്താണ് എന്ന വാക്കല്ല, ഇത് കൾച്ചറൽ പ്രാക്ടീസ് ആണ്. അങ്ങനെ പറയാം മനുഷ്യര്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പോലും, നമ്മൾ പോലും പറയുന്നത് മുസ്ലിമിന്റെ കൾച്ചറൽ പ്രാക്ടീസ് ആണ്. തട്ടമിടുന്നത്, തൊപ്പിയിടുന്നത് അത് ഇബാദത്താണെന്ന് പറയാൻ എന്റെ കിബർ അനുവദിക്കുന്നില്ല. കൾച്ചറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഒരു സാംസ്കാരിക ശീലം, അത് ഞാൻ എന്റേത് എന്ന ഔന്നിത്യത്തിന്റെ ബോധമുണ്ടാക്കി കൊടുക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ കൽബിലണഞ്ഞാൽ പിന്നെ അവിടെ ഇബാദത്തുകൾക്ക് ഇടമില്ല. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ഫിത്രത്തിലേക്ക് മടങ്ങിപ്പോകണം. മനുഷ്യൻ അവന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലെ ആദ്യ ഘട്ടത്തിലെ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകണം. ആദ്യ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകണം. എങ്കിലേ അവർക്ക് പിന്നെ നവീകരണത്തിലേക്ക്, ഒരു സംസ്കരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു തിരിച്ചറിവ് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുക എന്നതാണ് ആ മുഅ്മിൻ നന്നാവാൻ തുടങ്ങുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ്. ഞാൻ എത്രയും പറഞ്ഞത്, നമ്മൾ ഇനി മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് കടക്കുകയാണ്. മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ശീലമാകേണ്ടത് തൗബയാണ്. തൗബ, അള്ളാഹുവിനോട് അപരാധികൾ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വിധേയപ്പെട്ട്, റബ്ബേ എനിക്ക് നീ മാപ്പ് നൽകണം എന്ന് പറയുന്ന വിധേയപ്പെടലിന്റെ പേരാണ് തൗബ. ഈ തൗബയെ കുറിച്ച് ആരിഫ്യങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഹഖീഖത്തുദ്ദീനാണ്. പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തൗബയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ തൗബയാണ് എന്ന് പറഞ്ഞ ആരിഫ്യങ്ങളുണ്ട്. എന്തുകൊണ്ട്? തൗബയിൽ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന കാര്യം, അവൻ സംഭവിച്ചു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് വേപതുകൊണ്ട് റബ്ബ് എനിക്ക് ശിക്ഷ നൽകുമല്ലോ എന്ന് പേടിച്ച് റബ്ബിലേക്ക് പൂർണ്ണമായി വിധേയപ്പെടുന്ന അടിമത്വത്തിന്റെ വിധേയത്വത്തിന്റെ പേരാണ് തൗബ. ആ തൗബയാണ് മുഅ്മിനിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതിന്റെ രസം എന്ന് പറയുന്നത് തൗബയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ തൗബയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് നമ്മളെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് മടങ്ങലാണ്. മഹാന്മാരായ ആരിഫ്യങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആലോചിക്കുക, നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലതാവട്ടെ ചീത്തതാവട്ടെ, ഒരേ ഒരു കാര്യമാണ് നമ്മൾ അവിടെ ആലോചിക്കുന്നത്. എനിക്കെന്തു നേട്ടം, എനിക്ക് സുഖമുണ്ടോ, എനിക്ക് ആനന്ദമുണ്ടോ, എനിക്ക് ആസ്വാദനമുണ്ടോ? നന്മ ചെയ്യുമ്പോഴും അങ്ങനെയാണ്, തിന്മ ചെയ്യുമ്പോഴും അങ്ങനെയാണ്, അല്ലേ? നമ്മൾ നിസ്കരിക്കാൻ, നീ എന്തിന് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ചോദിച്ചാൽ അതൊരു വ്യായാമമല്ലേ എന്ന് പറയുന്നവൻ അതൊരു ഇബാദത്തല്ല. അതൊരു വ്യായാമമല്ലേ എന്ന് പറയുന്നവർക്ക് ഒരു ഇബാദത്തല്ല. എന്തിന് നീ നോമ്പെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഫാസ്റ്റിംഗ് എന്റെ ശരീരത്തിന്റെ ദഹന പ്രക്രിയക്ക് ഒരു ഗുണമല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു ഇബാദത്തല്ല. എന്തുകൊണ്ട്? എന്റെ ഖൽബ് എന്റെ നേട്ടത്തെ കുറിച്ചാ പറയുന്നത്. ആരിഫ്യങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യൻ എന്തു കാര്യം ചെയ്യുമ്പോഴും അവന്റെ ഖൽബിലേക്ക് തോന്നുന്നത് എനിക്കെന്തു നേട്ടം എന്നാണ്. നന്മ ചെയ്യുന്നവരും അങ്ങനെ, തിന്മ ചെയ്യുന്നവരും അങ്ങനെ, പള്ളിയിൽ പോകുന്നവൻ പോലും അങ്ങനെ. നീ എന്തിനാ പള്ളിയിലേക്ക് പോണത്? വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനമില്ല. നീ പള്ളിയിൽ പോയെങ്കിൽ കിട്ടട്ടെ. പള്ളി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഇടമായത് കൊണ്ടല്ല, പള്ളിയിലേക്ക് പോകുന്നത് റബ്ബിന് വേണ്ടി വിധേയപ്പെട്ടത് കൊണ്ടല്ല, എന്റെ സൗകര്യത്തെ പരിഗണിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ഒക്കെ മനുഷ്യന്റെ ഖൽബ് പറയുന്നത് എപ്പോഴും അവനവന്റെ ആഗ്രഹങ്ങളെ കുറിച്ചാണ്. അതൊരു കുഴപ്പമുള്ള സംഗതിയല്ല. എന്തുകൊണ്ട്? ഇമാം അലി റളിയല്ലാഹു അൻഹു മാനവർകൾ പറയുന്നുണ്ട്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അഖ്ലും ശഹ്വത്തുമുള്ള ജീവിയാണ്. ബുദ്ധിയുമുണ്ട്, വികാരവുമുണ്ട്. അതിൽ വികാരത്തെ ബുദ്ധി കൊണ്ട് മറികടക്കാൻ കഴിയണം. എങ്കിലാണ് നീ ഒരു സാധാരണ ജീവിയുടെ, ഒരു ജന്തുവിന്റെ പദവിയിൽ നിന്ന് മലക്കിന്റെ പദവിയിലേക്ക് ഉയരാൻ കഴിയൂ. അല്ലെങ്കിൽ അവരെ കുറിച്ച് അൻആം എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ആരിഫ്യങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം എന്താണെന്നറിയോ? അല്ലാഹുവിനെ കുറിച്ച് അവൻ അശ്രദ്ധവാനാവുക,
അവൻ എന്തിന് ഭൂമിയിൽ ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവനാവുക. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് ആത്മീയതയുടെ പണ്ഡിതന്മാർ കൊടുത്ത പേര് യഖം എന്നാണ്. ഉണർവുള്ളവൻ. എപ്പോഴും അവനക്ക് ഉണർവുണ്ടായിരിക്കും, അശ്രദ്ധയുണ്ടാകില്ല. പള്ളിയിൽ പോകുമ്പോൾ അവന്റെ കൽബിൽ വരും, എന്തിനു പോകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ഇത് റബ്ബിന്റെ ഭവനമായതുകൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. മനുഷ്യന്റെ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ് എനിക്കെന്ത് നേട്ടം എന്ന വ്യക്തിഗതമായ തോന്നലുകൾ. എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്താ അവിടെ പോയാലുള്ള നേട്ടം, ഞാൻ എന്താണ് അവിടെ പോയാൽ എനിക്ക് കാര്യം കിട്ടുന്നത്? ഈ തോന്നൽ മുഅ്മിനീങ്ങളുടെ ഖൽബിനെ ബാധിക്കുമെന്നാണ്. ഈ തോന്നലിൽ നിന്ന് മുക്തമായി മാറണമെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും തൗബയെ കുറിച്ചുള്ള ഒരു ധാരണ ഖൽബിൽ ഉണ്ടാകണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വഹീഹായ ഹദീസിലാണ്, ഒരു മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയാണ്, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. എന്റെ അടിമകളെ, അല്ലാഹു വിളിക്കുന്ന വാക്കാണ്, എന്റെ ദാസന്മാരെ, അടിമകളെ, നിങ്ങൾക്ക് തെറ്റുപറ്റും. അത് രാവിലും പറ്റും, പകലിലും പറ്റും, എപ്പോഴും പാപങ്ങൾ പറ്റും. വന അഗ്ഫിറു ദുനൂബ വലാ ഉബാലി. നിങ്ങൾക്ക് എത്ര തന്നെ തെറ്റ് സംഭവിച്ചാലും നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകുന്നവരാണ്. ഫസ്തഗ്ഫിറൂനി. പക്ഷെ വേണ്ടത് എന്താണ്? എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോഴാണ് മഗ്ഫിറത്ത്. അല്ലാഹു തആല മാപ്പ് കൊടുക്കാറുണ്ട്. മുഅ്മിനീങ്ങൾക്ക് തെറ്റു ചെയ്യുന്ന വിശ്വാസികൾക്ക് റബ്ബ് മാപ്പ് കൊടുക്കും. പക്ഷെ മാപ്പ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്തിഗ്ഫാർ വേണം. ഏതാ ഇസ്തിഗ്ഫാർ? വിധേയപ്പെടൽ. അല്ലാഹുവേ, ഞാൻ പാപിയാണ് റബ്ബേ എന്ന തിരിച്ചറിവിൽ റബ്ബിനോട് പറയുന്ന ഖേദങ്ങളാണ്, റബ്ബിനോട് പറയുന്ന ആവലാദികളാണ്, റബ്ബിലേക്ക് വിധേയപ്പെടുന്ന ആ വിധേയത്വങ്ങളാണ്. ആ ഇസ്തിഗ്ഫാറിനാണ് പടച്ച റബ്ബ് സമ്മാനം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റു ചെയ്തു എന്ന ഗൗരവത്തെക്കാൾ കൂടുതൽ അല്ലാഹുവിന് ഇഷ്ടം എന്താണ്? ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന, കൽബിലുണ്ടാകുന്ന ആ വിധേയത്വത്തിന്റെ മനോഭാവം ഉണ്ടല്ലോ, ഞാൻ എന്റെ ഫിത്രത്തിലേക്ക് മടങ്ങുന്ന സന്ദർഭമാണ്. ഞാൻ എല്ലാം മറക്കുന്ന നേരമാണ്. റബ്ബിന് വേണ്ടി സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന നേരത്ത് ഞാൻ എത്ര ധനാഢ്യനാണെന്ന ചിന്ത എന്റെ കൽബിലില്ല. എന്റെ മക്കളെ കുറിച്ചോ എന്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ചോ എനിക്ക് ഓർമ്മയില്ല. ആ ഓർമ്മ വന്നിരുന്നുവെങ്കിൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരില്ല. നാളെ ജീവിക്കാൻ, അടുത്ത ഒരു കൊല്ലത്തേക്ക് ജീവിക്കാനുള്ള ബാങ്ക് ബാലൻസ് എനിക്കുണ്ടല്ലോ എന്ന തോന്നൽ എന്റെ കൽബിൽ അപ്പോഴും ഉണ്ടെങ്കിൽ കണ്ണീര് വരില്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത് ഞാൻ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന പേടിയുള്ളത് കൊണ്ടാണ്. ആ പേടിയിലേക്ക്, ആ വിധേയത്വത്തിലേക്ക് മടങ്ങലാണ് ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അവനുണ്ടാകേണ്ടത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് തെറ്റ് സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ തെറ്റ് സംഭവിക്കാതിരിക്കുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. എപ്പോഴും തെറ്റ് സംഭവിക്കും. പക്ഷേ ആ തെറ്റിനോട് പകരം നിൽക്കുന്ന നന്മകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയുമില്ല. 24 മണിക്കൂറിൽ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പകരം നന്മ ചെയ്ത് പരിഹരിക്കാൻ നമുക്ക് മണിക്കൂറില്ല, പിന്നെ സെക്കൻഡുകളില്ല. നമ്മൾ പിന്നെ ആകെയുള്ള പ്രതീക്ഷ റഹ്മത്തിലാണ്. എന്താണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പ്രത്യേകത? പറഞ്ഞാലും തീരാത്ത ഒന്നാണ് റഹ്മത്ത്. മഗ്ഫിറത്തിലും നമ്മൾ കൊതിക്കുന്നത് ഈ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്തിന് നമുക്ക് പോലും അതിനെ നിർവചിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? നോക്കൂ, തെറ്റു ചെയ്ത ഒരു മനുഷ്യനെ, തെറ്റു ചെയ്താൽ അയാളോട് കാണിക്കേണ്ട നീതി എന്താണ്? ശിക്ഷ കൊടുക്കല. ഞാനൊരു കമ്പനി നടത്തുന്ന ആളാണ്. എന്റെ കമ്പനിയിൽ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക്, വിദേശത്തേക്ക് പോയി. 3 മാസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. കണക്കുകൾ നോക്കിയപ്പോ എന്റെ ജീവനക്കാരൻ ഓരോ ദിവസവും പിഴവുകൾ വരുത്തിയിട്ടുണ്ട്. അയാളോട് കാണിക്കേണ്ട നീതി എന്താണ്? അയാളെ പറഞ്ഞു വിടലാണ്. നിന്നെ പണിക്ക് പറ്റില്ല എന്ന് പറയലാണ്. എനിക്കെതിരെ ഒരാളും കോടതി കയറിയില്ല. കോടതി പോയാലും കോടതി പറയും ഇയാൾ ചെയ്തത് ശരിയാണ്, നീതിയാണ്. തെറ്റു ചെയ്തു, പുറത്താക്കി. അതാണ് നീതി അവിടത്തെ. അള്ളാഹുവിനോട് ഭൂമിയിൽ ഓരോ സെക്കൻഡിലും തെറ്റ് ചെയ്യുന്ന നമ്മളോട് അള്ളാഹു കാണിക്കേണ്ട പ്രവർത്തനം നീതിയാണ്. ആ നീതി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി നരകത്തിലിടലാണ്. അതാണ് സ്വാഭാവിക നീതി. ആ സ്വാഭാവിക നീതിയുടെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നത്. തെറ്റു ചെയ്ത എന്നോട് റബ്ബ് പറയുന്നു, നീ വിധേയപ്പെട്ട് ഇസ്തിഗ്ഫാർ നടത്തി കുറ്റസമ്മതം നടത്തിയാൽ മാപ്പ് നൽകുമെന്ന അള്ളാഹുവിന്റെ തീരുമാനം. റബ്ബിനിക്ക് മഗ്ഫിറത്തിന് അവസരം നൽകിയത്,
തൗബയുണ്ട് എന്ന വാതിൽ എന്റെ മുമ്പിൽ തുറന്നു വെച്ചത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറയുന്നുണ്ട്, റഹ്മത്ത് എന്ന തൗബ എന്ന ഒരു വാതിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തുറന്നു വെച്ചത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അടയാളമാണ്. റബ്ബ് റഹീമായതുകൊണ്ടാണ് നമുക്ക് മുമ്പിൽ തൗബയുടെ വാതിൽ പോലും തുറന്നിട്ട് നൽകിയത് എന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ റഹ്മത്തിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഒരു തെറ്റ് ചെയ്താൽ മനുഷ്യന് 3 മനോഭാവമാണ്, 3 വികാരമാണ് ഉണ്ടാവുക. എനിക്കൊരു തെറ്റ് സംഭവിച്ചു എന്റെ മക്കളിൽ നിന്ന്, അത് മനുഷ്യരോട്, അള്ളാഹുവോട് മാത്രമല്ല മനുഷ്യരോട്. ഇപ്പൊ ഞാൻ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരാളോട് ഞാൻ അയാളിൽ നിന്ന് തെറ്റ് സംഭവിച്ച എന്നിൽ തെറ്റ് സംഭവിച്ചാൽ ഞാൻ അയാളോട് പറയും, എന്നെ വിചാരണ ചെയ്യുമ്പോൾ നീ എന്തിനെ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ 3 ഉത്തരം ഉണ്ടാവുക. ഒന്നുകിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നിഷേധിക്കും. അല്ലെങ്കിൽ അയാൾ എന്താ പറയാ, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്, അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയതാണ്, എന്നാലും എന്റെ കുഴപ്പമില്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. 3ാമത്തെ മറുപടിയുണ്ട്, ക്ഷമിക്കണം, തെറ്റുപറ്റി, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഈ 3 മറുപടികളാണ് ഒരു മുഅ്മിനല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാവൽ. നമ്മൾ പോലും അങ്ങനെ ചെയ്യാം. നമ്മുടെ ഭാഗത്തൊരു പിഴവ് സംഭവിച്ചു, ആ ഭാര്യ നമ്മളോട് ചോദിക്കാൻ, നിങ്ങൾ എന്താ ആ നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് വരാതെ പിന്നെ വൈകിട്ടല്ല വന്നത്? അവൻ പറഞ്ഞു സോറി എന്ന് നമ്മൾ ഭാര്യയോട് പറയാ, കിബിർ സമ്മതിക്കൂല. അപ്പൊ നമ്മൾ പറയും, ഞാൻ അങ്ങനെയല്ലേ വിചാരിച്ചത്, ഞാൻ ഇങ്ങനെയല്ലേ വിചാരിച്ചത്, ന്യായീകരിക്കും. ലോകത്ത് ഇതേ പ്രവർത്തനമാണ്, ഇതേ മനോഭാവമാണ് റബ്ബിനോട് തെറ്റ് ചെയ്യുന്ന മുഅ്മിനിനും ഉണ്ടാകുന്നത്. റബ്ബിനോട് തെറ്റ് ചെയ്യുന്ന മുഅ്മിനിനും ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യർക്കും തെറ്റു വന്നാൽ അവരുടെ ആദ്യഘട്ടം, ആദ്യത്തെ 2 മറുപടിയാണ് അല്ലെ? പോലീസുകാരുടെ കള്ളനെ പിടിച്ച് നീ എന്തിനാണ് മോഷ്ടിച്ചു ചോദിച്ചാൽ ആദ്യം എന്താ പറയാ, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ 2 കൊടുത്താൽ രാങ്ങാട്ടൂർ പള്ളിക്കെന്ന് മോഷ്ടിച്ച ആള് പറഞ്ഞ പോലെ പറയും, ഞാൻ എടുത്തതല്ല, ഞാൻ അയക്കൂടെ മുമ്പിന്റെ കയ്യിൽ തടഞ്ഞതാണെന്ന് പറയും. ഒരടിയും കൂടി കൊടുത്താൽ അപ്പോഴാണ് പറയാ സോറി, ക്ഷമിക്കണം അല്ലെ? 3ാമതേ പറയുള്ളൂ, മേലെ വേദനിക്കുമ്പോ. ലോകത്തെല്ലാ മനുഷ്യരും ഈ ഒരു തിരുത്തു പറയും. ഞാനും നിങ്ങളും ഈ തിരുത്തു പറയുന്ന നേരമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ, റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന നേരത്ത് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അള്ളാഹുവിന്റെ വിചാരണ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കൈകളിലേക്ക് കിതാബുകൾ നൽകപ്പെടുന്നത്. അതിൽ ചെറുതും വലുതുമായിട്ടെല്ലാം അതിലുണ്ട്. അത്ഭുതപ്പെട്ടു പോകും, എന്തൊരു കിതാബാണിത്, ഈ കിതാബിലെല്ലാം ഉണ്ടല്ലോ. ആ കിതാബ് കയ്യിൽ കിട്ടുമ്പോഴാണ് പിന്നീട് റബ്ബിനോട് നടത്തുന്ന കുറ്റസമ്മതം പറ്റിപ്പോയി, ചെയ്തുപോയി, ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, റബ്ബനാ അഖ്രിജ്നാ, റബ്ബേ നരകത്തിൽ നിന്നൊന്ന് പുറത്താക്കി തരുമോ, കുന്നാ നഅമൽ സാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബേ എന്ന് അവിടുന്ന് റബ്ബിനോട് തെറ്റു പറയും. ആ തെറ്റുകൊണ്ട് കാര്യമില്ല, അവിടുന്ന് റബ്ബ് പറയും, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്ന നബിയെ പറഞ്ഞയച്ചു നൽകില്ലേ, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മാ തദക്കർ, അവിടെ പോയിട്ട് അവലാതി പറഞ്ഞിട്ട് ഒരു ചാൻസ് കൂടി ഭൂമിയിലേക്ക് എനിക്ക് മടക്കം തരുമോ എന്ന് ചോദിക്കുന്ന അടിമയോട് അല്ലാഹു പറയുന്ന മറുപടിയാണ്, അവലം നുഅമ്മിറുക്കും, ആയുസ് നൽകിയില്ലേ, മാ യതദക്കറു ഫീഹി മാ തദക്കർ, ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാനുള്ള അളവുണ്ടായിരുന്നല്ലോ, വജാഅകുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകനും വന്നില്ലേ, എന്നിട്ട് നന്നായില്ലല്ലോ. അതുകൊണ്ട് ഫദൂഖൂ, അല്ലാഹുവിന്റെ അദാബിനെ അനുഭവിച്ചു കൊള്ളുക എന്ന് അവിടെ വെച്ച് പറയുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ 3ാമത്തെ ബോധ്യം, അവിടെ നിന്ന് തോന്നുന്ന ബോധ്യമുണ്ടല്ലോ, തെറ്റുപറ്റിപ്പോയി എന്ന് അള്ളാന്റെ അദാബ് കാണുമ്പോൾ തോന്നുന്ന ഭീതി, ആ ഭീതി ഭൂമിയിൽ തോന്നുക എന്നതാണ് തൗബ. അത് മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതിക്ക് ഇണങ്ങിയതല്ല. മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതി ന്യായീകരിക്കലാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തെറ്റു ചെയ്തല്ലോ എന്ന് എന്റെ നഫ്സിനോട് ഇങ്ങനെ തോന്നുന്ന നേരത്ത് അല്ലെ, ആദ്യമായി മദ്യപിക്കുന്നവൻ, ആദ്യമായി വ്യഭിചരിക്കുന്നവൻ, ആദ്യമായി ഒരു തെറ്റു ചെയ്യുന്നവന് വലിയ കുറ്റബോധം ഉണ്ടാകും. പക്ഷെ പിന്നെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുറ്റബോധത്തിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നീട് അതൊരു ശീലമായി മാറും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തെറ്റു ചെയ്ത അടിമയോട് ഇബ്ലീസ് വന്നിട്ട് പറയും, അതൊന്നല്ലേ, 1 സെക്കൻഡ് അല്ലേ, 5 മിനിറ്റ് അല്ലേ, 1 മണിക്കൂറല്ലേ, അത് കഴിഞ്ഞ് 2 മണിക്കൂർ നിസ്കരിച്ചോ,
ഇങ്ങനെ വന്ന് തെറ്റിനോടുള്ള നിസ്സാരപ്പെടുത്തൽ ഖൽബിലുണ്ടാക്കും. മനുഷ്യന്റെ ആ പ്രകൃതിയുടെ ഒന്നാമത്തെ ഫ്രെയിമിലേക്കാണ് ഇബ്ലീസ് വരിക. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പണം അപഹരിച്ചെടുക്കുന്നവർക്ക് പോലും സാമ്പത്തിക വിനിമയത്തിൽ കൃത്യത പാലിക്കാത്ത ആളുകൾ എപ്പോഴും പറയുന്ന കാര്യം എന്താ കയ്യിലേക്ക് വന്ന പണം ഹലാലല്ലെന്ന് അറിയാം, പക്ഷെ എങ്കിലും അത് ഹലാലാക്കാൻ ഞാനത് അങ്ങനെയാണ്, അത് ഇങ്ങനെ വന്നാൽ അത് ഹലാലാണ് എന്ന് പറഞ്ഞ് വകുപ്പുണ്ടാക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തിന്മയുടെ ആദ്യഘട്ടത്തിൽ മുഅ്മിനിനുണ്ടാകേണ്ടത് സംഭവിച്ചാൽ റബ്ബേ സംഭവിച്ചു പോയി, റബ്ബേ എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയലാൻ. ആ തോന്നലിലേക്ക് ഖൽബ് വന്നാൽ, ആ തോന്നലിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടാൽ അല്ലാഹു തആല മാപ്പ് നൽകും. അല്ലാഹു തആല മഗ്ഫിറത്തിന്റെ ലോകം തുറന്നു വെച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ആ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയോട്, ഒരു കൈക്കുഞ്ഞിനോട് ഒരു ഉമ്മാക്കുണ്ടാകുന്ന അലിവുണ്ടല്ലോ, ഉമ്മാക്കുണ്ടാകുന്ന വാത്സല്യം, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഒരു മുഅ്മിനായ മനുഷ്യനോട് റബ്ബ് കാണിക്കുന്ന വാത്സല്യം. അതിനേക്കാൾ എത്രയോ മടങ്ങാണ്, എത്രയോ മടങ്ങാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് ഒരു ഖുദ്സിയ്യ ഹദീസിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇൻ അതാനി അബ്ദി ലൈലൻ ഖബിൽതു, ഒരു അടിമ തൗബ ചെയ്തിട്ട് എന്റെ അരികിലേക്ക് രാത്രി വന്നാലും ഞാൻ സ്വീകരിക്കും, രാവിലെ വന്നാലും ഞാൻ സ്വീകരിക്കും. വഇൻ തഖറബ മിന്നി ശിബ്റ തഖറബതു മിൻഹു ദിറാഅ, ഒരു ചാൺ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് ഞാൻ ഒരു മുഴം എടുക്കും. അല്ലാഹു പറയാം. ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞു എത്രയാണ് മുഅ്മിനീങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത്. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. അവൻ ദൂരെ നിന്നൊരു കാര്യം എന്നോട് ചോദിച്ചാൽ അടുത്തു പോയി ഞാൻ കൊടുക്കും. അല്ലാഹു തആല പറയുകയാണ്, എനിക്ക് വേണ്ടി എന്തെങ്കിലും അവൻ തറക്കലി അജലി, എനിക്ക് വേണ്ടി അല്ലാഹുക്ക് വേണ്ടി ആ കാര്യം എനിക്ക് വേണ്ടെന്നൊരാൾ പറഞ്ഞാൽ അത് ഹറാമിന്റെ ജോലിയാണ്, അത് ശുബ്ഹത്തിന്റെ പണമാണ്, അത് ഹറാമിന്റെ ഇടമാണ്, അതെനിക്ക് വേണ്ട, അല്ലാഹനെ വിചാരിച്ചിട്ട് എനിക്ക് വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് കൂടുതലായി കൊടുക്കും, ഞാൻ കൊടുക്കും അവന് കൂടുതലായി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസാണ്, വമൻ തസറഫ ബിഹൗലി വഖുവതി അലൻതു ലഹുൽ ഹദീദ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുക്ക് മാത്രമേ ശക്തിയുള്ളൂ, അല്ലാഹുക്ക് മാത്രമേ കരുത്തുള്ളൂ. അവന്റെ കഴിവും കരുത്തും കൂടാതെ ഒരു പുൽക്കുടി പോലും ഇവിടെ അനങ്ങില്ല. ഈ നിയ്യത്തോടുകൂടി അല്ലാഹുവിലേക്ക് ഏതൊരു കാര്യത്തെയും ഞാൻ മാറ്റിവെച്ചു, ഏതൊരു കാര്യത്തെയും ആളുകൾ എന്നോട് പറഞ്ഞു അതിൽ പോകരുതേ, അതിൽ വീഴരുതേ, അത് ചെയ്യരുതേ, അതിനെനിക്ക് ഭൗതിക നഷ്ടമുണ്ടാക്കുമെന്ന് ആളുകൾ എന്നോട് പറഞ്ഞു. അല്ലേ, ആളുകൾ ദീന് പഠിക്കാൻ പോകുന്നവരോട് പറയും, നീ അതിന് പഠിക്കാൻ പോയാൽ നിനക്ക് ദുനിയാവ് കിട്ടില്ലെന്ന് പറയും, ശമ്പളം കിട്ടില്ലെന്ന് പറയും. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിക്കുന്ന കാരണങ്ങൾ പറഞ്ഞാൽ അവിടെ ആരെങ്കിലും റബ്ബിന്റെ ഹൗലും ഖുവ്വത്ത് കൊണ്ട് ഞാൻ അതിൽ നിന്നും അതിനെ ഏറ്റെടുത്തു, ഞാൻ ആ പേടിയെ ഞാൻ ഭയപ്പെടുന്നില്ല, ദുനിയാവിന്റെ ഭീതിയെ ഞാൻ ഭയക്കുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അല്ലാഹു തആല പറയാണ്, അലൻതു ലഹുൽ ഹദീദ്, അവന് അല്ലാഹു തആല ഇരുമ്പ് പോലും അവന് നേർപ്പിച്ചു കൊടുക്കും. അല്ലാഹു പറയാണ്, അല്ലാഹുക്ക് വേണ്ടി, അതാണ് പ്രധാനം. അങ്ങനെ ചെയ്താൽ അലൻതു ലഹുൽ ഹദീദ്. എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, നീ ഉമ്മാനെ നോക്കണോ ജോലിക്ക് പോകണോ, ആളുകൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഘട്ടമാണ്. ഉമ്മാനെ നോക്കിയാൽ ആ ജോലി മിസ്സാവും, ഗൾഫിലെ ആ ജോലി മിസ്സാവും, വേറെ ജോലി നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഉമ്മാനെ നോക്കണോ ജോലിക്ക് പോയാൽ ഇവിടെ നോക്കാൻ ആളുണ്ടാവും, എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഹൗല് ഖുവ്വത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള കാര്യം ഏറ്റെടുത്താൽ അലൻതു ലഹുൽ ഹദീദ്, ഇരുമ്പിനെ പോലും റബ്ബ് നേർപ്പിച്ചു കൊടുക്കും. കാരണം എന്തുകൊണ്ട്? എന്റെ നാളെ എന്റെ കയ്യിലല്ല, അള്ളാന്റെ കയ്യിലാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയം കഴിഞ്ഞ അടുത്ത സെക്കൻഡ് അള്ളാന്റെ കയ്യിലാണ്, എന്റെ കയ്യിലാണ്. ഞാൻ എവിടെ, എങ്ങനെ, എന്റെ ശ്വാസം എത്ര, എനിക്ക് ഓക്സിജന്റെ അളവ് എത്ര, എന്റെ തീരുമാനമല്ല, അല്ലാഹുവിന്റെ തീരുമാനം. അങ്ങനെ അല്ലാഹുവിലേക്ക് മടക്കിയാൽ അലൻതു ലഹുൽ ഹദീദ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, അഹ്ലു മഅസിയതി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്നോട് തെറ്റ് ചെയ്ത ആളുകളുണ്ട്, പക്ഷേ ലാ ഉഖന്നിതുഹും മിർ റഹ്മതി, അവരെ തൊട്ട് ഞാൻ എന്റെ റഹ്മത്ത് തടയൂല. തെറ്റുകാരാണ്, പാപം വന്നിട്ടുണ്ട്, പക്ഷേ എന്റെ റഹ്മത്ത് ഞാൻ അവരെ തൊട്ട് തടയില്ല എന്ന് പറയാം. ഖുർആനിലൂടെ അല്ലാഹു തആല വീണ്ടും പറയുന്നു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും,
നിങ്ങളെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു ഒരുക്കമാണ്, അല്ലാഹുവിന് താല്പര്യമാണ്. നിങ്ങൾ തൗബ ചെയ്താൽ മതി, സ്വീകരിക്കാൻ അല്ലാഹുവിന് ഒരുക്കമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ റമദാൻ നമുക്ക് അതിന് അവസരമാണ്, ദീർഘിപ്പിക്കുന്നില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവിന്റെ അടിമകൾ, അവർ റബ്ബിനു വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരെ അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ, ഒരു സെക്കൻഡ് മതി. തൗബയുടെ പ്രത്യേകത ഏതാണ്? ഈ മനോഭാവത്തിലേക്ക് നമ്മൾ മാറലാണ്. കുറെ പറയലല്ല, കുറെ ചൊല്ലലല്ല, മനോഭാവത്തിലേക്ക് മാറലാണ്. അൽ ഇഖ്ലാ, വേരോടെ പറിച്ചെടുക്കുക എന്നാണ്. ഞാൻ ചെയ്തു പോയ തെറ്റിനോടുള്ള എന്റെ താല്പര്യത്തെ വേരോടെ പിഴുതെടുക്കുക. പിന്നീട് ഒരിക്കലും അവിടെ ഇത് ഉണ്ടാകില്ല, ആ മട്ടിൽ. അതുകൊണ്ടാണ് ആരിഫീങ്ങളായ ആളുകൾക്കൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ അല്ലാഹു പുറത്തു കൊടുത്തത്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയ മഹാനരാണ്. ആദ്യകാലത്ത് ജീവിക്കുമ്പോ വളരെ ആസ്വാദകനായി ഈ ഭൂമിയിൽ ഇങ്ങനെ ഗാഫിലായി എല്ലാ തിന്മകളുടെയും ഒക്കെ ഭാഗമായി ജീവിച്ചിരുന്ന ആളാണ്. അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അന്ന് മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ആളാണ്. അപ്പോഴാണ് ഒരു ആരിഫായ സൂഫിയായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പേരെഴുതിയിട്ടുള്ള, അല്ലാഹ് എന്ന പേരെഴുതിയിട്ടുള്ള ഒരു കടലാസ് കൊടുത്തത്. ആ കടലാസ് നിലത്ത് വീണതായിട്ട് കണ്ടു ബിശ്റുൽ ഹാഫി. ആ കടലാസ് എടുത്തിട്ട് അതിൽ ചളി പുരണ്ടു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ പേരെഴുതിയിട്ടുള്ള, അല്ലാഹുവിന്റെ പേര് നാമകരണം ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ കടലാസിൽ ചെളി പുരണ്ടു എന്നറിഞ്ഞപ്പോ ആ കടലാസ് കൊണ്ടുപോയി വൃത്തിയാക്കി സൂക്ഷിച്ചു, അതിനെ വൃത്തിയാക്കി എടുത്തു വെച്ചു വീട്ടിൽ. ആ ഒരൊറ്റ സൽക്കർമ്മം ചെയ്തു എന്ന കാരണത്താലാണ് അല്ലാഹു തആല ആ മനുഷ്യന് ഹിദായത്ത് കൊടുത്തത്. കനവിലേക്ക് ആ ശരീരം വന്നിട്ട് പറഞ്ഞു, എന്റെ പേരിനെ നീ ശുദ്ധിയാക്കിയില്ലേ? ചെളി പുരണ്ടു പോകുമായിരുന്ന ആളുകൾ ചെവിട്ട് നശിപ്പിക്കുമായിരുന്ന രീതിയിൽ എന്റെ പേര് വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ പേരെടുത്ത് കൊണ്ടുപോയിട്ട് നീ ശുദ്ധീകരിച്ചില്ലേ? അതുപോലെ നിന്റെ പേരും ഞാൻ അതുപോലെ ശുദ്ധീകരിക്കും ആളുകൾക്കിടയിൽ. അങ്ങനെയാണ് മഹാനവറുകൾ വീട്ടിൽ നിന്ന് ആ സെക്കൻഡിൽ മഹാനവറുകൾ തൗബയിലേക്ക് തിരിയുന്നു. ചെരുപ്പൊഴിവാക്കി ഭൂമിയിലൂടെ റബ്ബിലേക്ക്, പള്ളിയിലേക്ക് നടന്നുപോയി. എന്നിട്ട് പിന്നെ ചരിത്രം കാണുന്നത് ഏറ്റവും വലിയ ത്യാഗിയായ സൂഫിയായ ഒരു ആരിഫായി കൊണ്ടാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. നോക്കൂ, ഒരു സെക്കൻഡ് നേരത്തേക്ക് അള്ളാഹുവിന്റെ ഇസ്മിനെ കുറിച്ചുള്ള ഒരു ഭക്തി കൽബിൽ ഉണ്ടായതാണ്. അത് റബ്ബ് കൊടുത്ത സമ്മാനമാണ് ഹിദായത്ത്. അതുപോലത്തെ ഒരു സെക്കൻഡ് റബ്ബെ എനിക്കും കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ റമദാൻ അതിനൊരു അവസരമാകട്ടെ. ഹൃദയം പൊട്ടുന്ന ഒരു സെക്കൻഡ്, ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സെക്കൻഡ് അല്ല. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഓളത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സെക്കൻഡ് അല്ല, ഹൃദയം പൊട്ടുന്ന ഒരു സെക്കൻഡ്. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നമ്മൾ റബ്ബിനോട് അറിഞ്ഞും അറിയാതെയോ ഓർമ്മയുള്ളതുമില്ലാത്തതുമായ ധിക്കാരങ്ങളുണ്ട്. അതിലേക്ക് വിധേയപ്പെട്ട് റബ്ബെ തെറ്റുപറ്റിപ്പോയി എന്ന് ഹൃദയം പൊട്ടി പറയുന്ന ഒരു സെക്കൻഡ്, ഒരു സുജൂദ് അള്ളാഹുവിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു കണ്ണീര് എന്റെ ഉള്ളിൽ നിന്ന് ഭൂമിയിലേക്ക് വീണാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, റബ്ബിനെ പേടിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട്, അവനവൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അള്ളാഹു പിന്നെ ആ മനുഷ്യന്റെ ശരീരത്തെ നരകം തൊടിയിക്കുകയില്ല എന്ന്. അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. നമ്മുടെ നഫ്സിനെയും ശത്രുവായ പിശാചിനെയും ഒക്കെ കെട്ടിയിടപ്പെട്ട ഈ സമയത്ത് അതിനുവേണ്ടി ഒരുങ്ങുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അതിനുവേണ്ടി ഇസ്തിഗ്ഫാറോടുകൂടി തൗബ ചെയ്ത റബ്ബിലേക്ക് മടങ്ങാൻ അവസരം നൽകുന്ന ഒരു വേദിയാക്കി നമുക്ക് അള്ളാഹു നൽകട്ടെ. ഇബാദത്തുകൾക്ക് അള്ളാഹു ആനന്ദം നൽകട്ടെ. റഹ്മുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. കുറവുകൾ പരിഹരിക്കണേ അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്ക് റബ്ബേ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ അല്ലാഹ്. നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബയുടെ ഉൾക്കരുത്തോടുകൂടി നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഈ റമദാനിൽ നൽകണേ അല്ലാഹ്. ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് വിങ്ങിപ്പൊട്ടാൻ, ഹൃദയം പൊട്ടിയിട്ടൊന്ന് കരയാൻ, ഖൽബിൽ നിന്ന് ആ തിന്മകളെ പറിച്ചു കളയാൻ, ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ തൗബയിലായി ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കപ്പെട്ട തൗബയോടുകൂടി ഒരു പുതിയ മനുഷ്യനായിട്ട് റമളാനിനോട് വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ പിശാചിന്റെ ആധിപത്യം ഞങ്ങളിൽ ഉണ്ടാക്കല്ല അല്ലാഹ്, ശഹവത്തിന്റെ ആധിപത്യം ഉണ്ടാക്കല്ല അല്ലാഹ്, ദിക്റിന്റെയും ആത്മീയതയുടെയും ആധിപത്യം ഖൽബിലേക്ക് നൽകണം റഹ്മാനെ. ഒരു സെക്കൻഡ് സമയത്ത് പോലും ഞങ്ങളുടെ ഖൽബിൽ നിന്ന് ഉബൂദിയ്യത്തിനെ അടിമത്വത്തെ എടുത്തു കളയല്ല അല്ലാഹ്. ഒരു ഘട്ടത്തിലും അവനവൻ പര്യാപ്തനാണ് എന്ന കിബ്റിന്റെ തോന്നൽ ഖൽബിൽ ഉണ്ടാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ വിധേയപ്പെടലിന്റെ താഴ്മയുടെ മഹബ്ബത്തിന്റെ അവസ്ഥ ഖൽബിലേക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ തൗബയിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗബ സ്വീകരിക്കപ്പെട്ടവരായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ തൗബയില്ലാതെ മരിക്കുന്ന ഒരു ഘട്ടം ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم.